ഒരിക്കലും ഒരു പാസ്റ്ററോട് ഞാൻ ചോദിച്ചപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞത്, അല്ലെങ്കിൽ ഇവരൊന്നും പെട്ടെന്ന് വിശ്വസിക്കത്തില്ല. കാരണം അവിടുത്തെ ഇന്ത്യക്കാരുടെ ഇടയിൽ ഓണവും ക്രിസ്മസും ഒക്കെ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അവർ വിശ്വാസത്തിലേക്ക് വരാൻ സാധ്യത കുറവാണ് എന്നുള്ള കാര്യമാണ് അവർക്ക് കൂടുതലായിട്ട് പറയുവാനുള്ളത്. പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ പോയാലും അങ്ങനെ തന്നെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന പാസ്റ്റർമാർ അവിടെ പോയി ഓണമൊക്കെ ആഘോഷിക്കാറുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അല്ലെങ്കിൽ അവിടെ ഒരു കൂട്ടായ്മ ഇല്ലാതെ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അപ്പൊ ഇതെല്ലാം അവർക്ക് വേണേം ചെയ്യണം. എന്നിട്ട് കേരളത്തിൽ വന്നിട്ട് ഒരു വലിയ പ്രസംഗങ്ങൾ നടത്തും. ഓണം പാടില്ല, ക്രിസ്മസ് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസംഗിക്കും. വളരെ തെറ്റല്ലേ ചെയ്യുന്നത്. കാരണം മറ്റൊരു മതത്തെയോ മറ്റൊരു വിശ്വാസങ്ങളെയോ അവർ ഹനിച്ചുകൊണ്ടുള്ള ഒരു ഒരു പ്രക്രിയയല്ലേ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടുകയാണെങ്കിൽ തന്നെ റെയ്സൺ തോമസ് പാസ്റ്ററോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഓണസദ്യ എല്ലാവർക്കും കൊടുക്കണം. വാഴയിലേക്ക് ഇട്ട് ഓണസദ്യ എല്ലാവർക്കും കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഇങ്ങനെ ഓണം യേശുവിനോടൊപ്പം ആണെങ്കിൽ യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പം നിങ്ങൾ ഓണം യേശുക്രിസ്തുവിന്റെ പേരിൽ ആചരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവർക്കെല്ലാം, വരുന്നവർക്കെല്ലാം ഓണസദ്യ ഒരുക്കി കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള പോസ്റ്ററുകൾ ഇടാൻ പാടില്ല. നിങ്ങൾ ചെയ്യുന്നത് വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ്. അത് ഓർത്ത് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഇതിനെല്ലാം ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഇങ്ങനെ ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ചും ബന്ധുക്കോസുകാർക്ക് എന്താണ് പൂർണ്ണമായിട്ടും പാർഷ്യലായിട്ടുള്ള, പ്രത്യേകിച്ച് അനീഷ് കാവാലം പോലുള്ള പാസ്റ്റർമാർ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, ഓണം ആഘോഷിക്കാൻ പാടില്ല, ഞങ്ങൾ ബന്ധുക്കോസ് വിശ്വാസികളാണ്, ഓണം ആഘോഷിക്കാൻ ഞങ്ങൾക്ക് പറ്റുകയില്ല, തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രസംഗങ്ങളൊക്കെ അദ്ദേഹം യൂട്യൂബിൽ ഇട്ടിരുന്നത് ശ്രദ്ധിക്കാനിടയായി. അപ്പോ അവർക്ക് പൂർണ്ണമായിട്ടും ഇല്ലാത്ത കാര്യം. ഇവർക്ക് ഇൻഡിപെൻഡന്റുകാർക്ക് പാർഷ്യലായ ഓണമാണ്, പാർഷ്യലായിട്ട് അവര് പകുതി ഓണം എന്നുള്ള കാര്യമാണ്. അവര് പൂർണ്ണമായിട്ട് അവര് ആഘോഷിക്കുന്നില്ല, ഒരു പകുതി ആയിട്ട് അവര് ആഘോഷിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. ഇതെല്ലാം ബന്ധുക്കോസുകാരുടെ ഇടയിലുള്ള ഒരു ഇതുകൾ മാത്രമാണ്. കാരണം ഈ ലോകത്തിലെ ഒന്നും അവർക്ക് വേണ്ട എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഇവരിതെല്ലാം ആഘോഷിച്ച് വരുന്നതെന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അല്ലേ? ഉപയോഗിക്കുമ്പോൾ പൂർണ്ണമായി ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം. അല്ലാതെ പകുതി മാത്രമായിട്ട്, ഇപ്പൊ റെയ്സൺ തോമസ് പാസ്റ്റർ ചെയ്യുന്ന പോലെ പകുതി മാത്രമായിട്ട് ചെയ്യരുത്. എല്ലാവർക്കും ഓണസദ്യ കൊടുത്ത് എല്ലാവരെയും സ്നേഹത്തോടെ കണ്ട്, ഇതെല്ലാം ഒരു സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും ഭാഗമാണല്ലോ, അത് ചെയ്യണം. ചെയ്യാതിരിക്കാൻ പാടില്ല. പക്ഷെ എങ്കിലും ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇട്ടിട്ട് വരുന്ന 8-ാം തീയതി എങ്ങാണ്ടാണ് അതിന്റെ ഇത് കൊടുത്തിരിക്കുന്നത്. 8-ാം തീയതി പ്രോഗ്രാം നടക്കുമ്പോൾ ഇങ്ങനെ